അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഖുർആനിലെ 45-ാം അധ്യായം സൂറ അൽ ജാസിയയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12, 13, 14, 15 ആയത്തുകളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, അല്ലാഹുല്ലദീ സഖറ ലക്കും അൽ ബഹ്റ ലിതജ്രിയൽ ഫുൽകു ഫീഹി ബിഅംരിഹി. അല്ലാഹുവാണ് നിങ്ങൾക്ക് കടലിനെ കീഴ്പ്പെടുത്തി തന്നത്. ബഹർ അർത്ഥം കടലെന്നാണ്. സഖറ കീഴ്പ്പെടുത്തി തന്നു. ലിതജ്രിയൽ ഫുൽക്കു അവൻ്റെ കൽപ്പന പ്രകാരം അതിൽ കപ്പലോട്ടാൻ. ഫുൽക്ക് കപ്പൽ. വലി തബ്തഗൂ മിൻ ഫളലി നിങ്ങൾ അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ പരതാനും. വലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായെങ്കിലോ. കപ്പലിനെ കുറിച്ച് മറ്റു ചില അധ്യായങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. സൂറ ബനി ഇസ്രായേൽ, അർ-റൂം, സൂറത്തുൽ ലുഖ്മാൻ, സൂറ മുഅ്മിൻ, സൂറ അശ്ശൂറ എന്ന അധ്യായത്തിലുമൊക്കെ കപ്പലിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് പരിചിതമായൊരു അധ്യായം സൂറത്തു യാസീനാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. ഇവരുടെ സന്താനങ്ങളെ നാം ഭാരം നിറച്ച കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയതും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വഇന്നശാ നൂരിഖുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. നാം ഇച്ഛിക്കുന്നുവെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലും. അപ്പോൾ ഇവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവുകയില്ല, ഇവർ രക്ഷപ്പെടുകയുമില്ല. ഇല്ലാ റഹ്മത്തം മിന്ന വമതാഅൻ ഇലാ ഹീൻ. അങ്ങനെയൊന്നും സംഭവിക്കാത്തത് നമ്മുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, ഇവർ നിശ്ചിത പരിധിവരെ ജീവിതസുഖം അനുഭവിക്കാനും. പ്രിയമുള്ളവരെ, കടലും കപ്പലും വലിയൊരത്ഭുതമാണ്. സമുദ്രത്തെ വ്യാപാരം, നാവിക പ്രവർത്തനം, മത്സ്യബന്ധനം, മുത്തു, പവിഴം തുടങ്ങിയവയുടെ ശേഖരണം തുടങ്ങിയ മാർഗത്തിൽ ധാരാളം വിഭവങ്ങൾ നേടാൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ പരതാൻ. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉദ്ദേശം വലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കണമെന്നാണ്. നിങ്ങൾക്ക് ഞാൻ കണ്ണും അതുപോലെ തന്നെ കാഴ്ചയും കേൾവിയും ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകി. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് അള്ളാഹു പറയുന്നു, വസഖറ ലക്കും മാഫിസ് സമാവാതി വമാഫിൽ അർള്. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ജമീഅൻ മിൻഹും എല്ലാം അവനിൽ നിന്നുള്ളതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. തീർച്ചയായും ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെയും ധാരാളം തെളിവുകളുണ്ട്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ പ്രപഞ്ചത്തിലെല്ലാം മനുഷ്യന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആകാശഭൂമികളുള്ളതൊക്കെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുമ്പോഴേക്ക് അഹങ്കരിക്കേണ്ടവനല്ല. മനുഷ്യൻ കണ്ടുപിടിക്കാനും അവന് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്ന വിധമാണ് പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെ പ്രപഞ്ച സൃഷ്ടാവ് ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ജമീഅൻ മിൻഹും എല്ലാം അവനിൽ നിന്നുള്ളതാണ്. ഈ വാക്യത്തിന് 2 വിശദീകരണം പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ ദാനം ഈ ലോകത്തെ രാജാക്കന്മാർ നൽകുന്ന അല്ലെങ്കിൽ അധികാരികൾ നൽകുന്ന ദാനം പോലെയല്ല. ഭരണാധികാരികൾ നൽകുന്ന ദാനം എന്നത്, നമ്മുടെ രാജ്യത്തിലേക്ക് ഗവൺമെൻറ് നൽകുന്ന സഹായം എന്നത് ജനങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന നികുതി പണം അവരുടെ മറ്റു ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നതാണ്.
എന്നാൽ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും സ്വയം പടച്ചുണ്ടാക്കിയതാണ്. അവനത് സ്വന്തം നിലയിൽ മനുഷ്യന് നൽകിയിരിക്കുന്നു. രണ്ടാമത്തേത്, ഈ അനുഗ്രഹം പടച്ചുണ്ടാക്കുന്നതിലോ അവയെ മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിലോ അള്ളാഹുവിൻ്റെ കൂടെ ഒരു പങ്കാളിയുമില്ല. അള്ളാഹു മാത്രമാണ് അവയെ സൃഷ്ടിച്ചത്. അവൻ തന്നെ തന്നിൽ നിന്ന് അത് മനുഷ്യർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കാൻ, പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കിയ മഹത്തായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ധാരാളം ആയത്തുകളിൽ, അധ്യായങ്ങളിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഒട്ടകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ആകാശങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പർവ്വതത്തെക്കുറിച്ച്, നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തെക്കുറിച്ച്, മഴയെക്കുറിച്ച്, രാവും പകലിനെയും കുറിച്ച്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ അതെല്ലാം അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ ആയത്തുകളായി അവന് ബോധ്യപ്പെടും. ഖുലില്ലദീന ആമനു യഗ്ഫിറു ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹി ലിയജ്സിയ ഖൗമൻ ബിമാ കാനു യക്സിബൂൻ. സത്യവിശ്വാസികളോട് പറയൂ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ നാളുകളെ പ്രതീക്ഷിക്കാത്ത സത്യനിഷേധികളോട് അവർ വിട്ടുവീഴ്ച കാണിക്കട്ടെ. യഗ്ഫിറു എന്നത് സത്യവിശ്വാസികൾ വിട്ടുവീഴ്ച കാണിക്കട്ടെ, ക്ഷമിക്കട്ടെ എന്ന അർത്ഥത്തിലാണ്. ആരോട്? ലാ യർജൂന അയ്യാമല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിനങ്ങളെ പ്രതീക്ഷിക്കാത്ത. ലിയജ്സിയ ഖൗമൻ ബിമാ കാനു യക്സിബൂൻ, ഓരോ ജനതയ്ക്കും അവർ നേടിയെടുത്തതിൻ്റെ ഫലം നൽകാൻ അള്ളാഹുവിന് അവസരമുണ്ടാകട്ടെ. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി, ആരെങ്കിലും നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം അവന് തന്നെയാണ്. വല്ലവനും തിന്മ ചെയ്താൽ അതിൻ്റെ ദോഷവും അവന് തന്നെയാണ്. പിന്നെ സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങളൊക്കെ മടക്കപ്പെടുക നിങ്ങളുടെ നാഥങ്കിലേക്കാണ്. അള്ളാഹുവിൻ്റെ ദിനങ്ങളെ പ്രതീക്ഷിക്കാത്തവർ എന്നതാണ് ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹ് എന്നതിൻ്റെ തർജ്ജമ. പക്ഷേ അറബി സംസാര രീതി അനുസരിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ദിനങ്ങൾ കൊണ്ട് ഉദ്ദേശം കേവല ദിനങ്ങളല്ല, വമ്പിച്ച ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ നാളുകളാണ്. അയ്യാമുൽ അറബ്, അറബിയുടെ ദിനങ്ങൾ എന്ന് പറയുന്നത് അറേബ്യൻ ചരിത്രത്തിൽ പിൽക്കാല തലമുറകൾ നൂറ്റാണ്ടുകളോളം അനുസ്മരിക്കുന്ന മഹാസംഭവങ്ങളെയും വമ്പിച്ച ഗോത്ര യുദ്ധങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഖുർആനിൽ പല പല ഗോത്രങ്ങളും അവർ സ്വീകരിച്ച ചെയ്തികളുടെ ഫലമായി അള്ളാഹുവിൻ്റെ ശാപം അവർക്ക് പതിച്ചുവെന്നും അവർ നശിച്ചുവെന്നുമൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അത്തരം ദുർദിനങ്ങളാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ദിനങ്ങൾ അയ്യാമല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം. ഇതനുസരിച്ചാണ് നാം ഈ വാക്യത്തെ അള്ളാഹുവിൽ നിന്നുള്ള ദുർദിനത്തെക്കുറിച്ചൊരാശങ്കയുമില്ലാത്തവർ എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതായത് തങ്ങളുടെ ചെയ്തികൾ തങ്ങൾക്ക് വിനയായിത്തീരുന്ന ഒരു നാൾ വരുമെന്ന് അവർ ഒട്ടും ഓർക്കുന്നില്ല. ഈ ബോധശൂന്യതയാണ് അവരെ അക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കും പ്രേരിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദിനങ്ങളെ ഭയപ്പെടാത്തവർ എന്നതിന് പരലോകത്തെ ഭയപ്പെടാത്തവർ എന്ന് വിശദീകരണം നൽകുന്ന മുഫസ്സിറുകളെയും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ശിക്ഷയെയും അള്ളാഹുവിൻ്റെ പിടുത്തത്തെയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നടപടിക്രമങ്ങളെയും ഭയപ്പെടാത്ത ആളുകൾ ഭൂമിയിൽ അക്രമങ്ങൾ പ്രവർത്തിക്കുന്നു. അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് ഈ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ട് തരം വ്യാഖ്യാനങ്ങൾ പറയുന്നു. ഒന്ന്, സത്യവിശ്വാസികൾ ഈ ധിക്കാരികളുടെ അക്രമമർദ്ദനങ്ങൾ ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെ തരണം ചെയ്യണം. അവരുടെ ക്ഷമയ്ക്കും സഹനത്തിനും മാന്യതയ്ക്കും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ദൈവിക മാർഗത്തിൽ അവർ സഹിച്ച പീഡനങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകപ്പെടും. രണ്ടാമത്തെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: വിശ്വാസികൾ ഈ ധിക്കാരികളോട് വിട്ടുവീഴ്ചയോടെ വർത്തിക്കണം. അവരുടെ അതിക്രമങ്ങൾക്ക് അള്ളാഹു തന്നെ പകരം വീട്ടിക്കൊള്ളും. ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം അവന് തന്നെയാണ്, തിന്മ ചെയ്താലോ അതിൻ്റെ ദോഷവും അവന് തന്നെയാണ്. പിന്നെ നിങ്ങളൊക്കെ മടക്കപ്പെടുക നിങ്ങളുടെ നാഥങ്കിലേക്കാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ വീണ്ടും വീണ്ടും നന്മ ചെയ്യാനുള്ള അവസരം അവന് ലഭിക്കുകയും അവൻ്റെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ അവന് നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയും തിന്മകൾ ചെയ്യാനുള്ള അവസരം വർദ്ധിക്കുകയും അവൻ ദുഷ്കർമ്മികളിൽ പതിച്ചു പോവുകയും ചെയ്യും. ഓരോ മനുഷ്യനും ചെയ്യുന്ന നന്മ തിന്മകളുടെ പ്രതിഫലങ്ങൾ അവനവൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക എന്ന വലിയൊരു യാഥാർത്ഥ്യം കൂടി അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ ഒരു ദിനത്തോടെ അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷയോടെ ദുനിയാവിലെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങളൊക്കെ മടക്കപ്പെടുക നിങ്ങളുടെ നാഥങ്കിലേക്കാണ്. മക്കയിലെ മുശ്രിക്കുകൾക്കുള്ള വലിയൊരു താക്കീതാണ്, മുഴുവൻ മനുഷ്യ സമൂഹത്തോടുമുള്ള അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്.
ഖുർആനിൻ്റെ ആശയങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കുവാനും നല്ലവരായി ജീവിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.